പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 11ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററായ വർക്ക് എനർജി പവർ എന്ന ഭാഗമാണ് കാണുവാൻ പോകുന്നത്. എന്താണ് വർക്ക്? എന്താണ് ജോലി? നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ പലതരത്തിലുള്ള വർക്കുകൾ കാണുന്നുണ്ട്. ഒരു അധ്യാപകൻ പഠിപ്പിക്കുന്നു, കുട്ടികൾ പഠിക്കുന്നു, ബിസിനസ്മാൻമാർ ബിസിനസ് ചെയ്യുന്നു, റെയിൽവേ സ്റ്റേഷനിൽ പോർട്ടർമാർ കൂലിവേല ചെയ്യുന്നു, ചിലർ ഫാമിംഗ് നടത്തുന്നു. ഇങ്ങനെ പലതരത്തിലുള്ള വർക്കുകൾ നമ്മൾ ദിനം പ്രതി കാണുന്നു. എന്നാൽ സയൻസിന്റെ കണ്ണുകൊണ്ട് നമ്മൾ ഈ ജോലികളെ കാണുമ്പോൾ ഇവയൊന്നും വർക്കല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. തല്ലുകെട്ടുന്ന കേസാണല്ലേ. നമ്മളൊരു പോർട്ടറോടോ അല്ലെങ്കിൽ ഒരു കൂലിവേലക്കാരനോടോ ഒരു ഫാർമറിനോടോ പറയുകയാണ് നിങ്ങൾ ജോലി ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ അധ്യാപകനോട് പറയുകയാണ് നിങ്ങൾ ഒരു ജോലിയും ചെയ്യുന്നില്ല. എന്നാൽ വളരെ ശരിയാണ്, സയൻസിന്റെ കണ്ണുകൊണ്ട്, ഫിസിക്സിന്റെ കണ്ണുകൊണ്ട് ആ ജോലികളൊക്കെ വർക്കല്ല എന്ന് പറയേണ്ടി വരും. ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ നമ്മൾ ഇപ്രകാരം പഠിച്ചു, വർക്ക് ഈസ് സെഡ് ടു ബി ഡൺ വെൻ ദെയർ ഈസ് എ ഡിസ്പ്ലേസ്മെന്റ്. എന്നാൽ അത് പൂർണ്ണമായി ശരിയാണോ എന്ന് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ കൂടെ നമുക്ക് നോക്കാം. നമ്മളിവിടെ ഹയർ സെക്കൻഡറി എത്തിയിരിക്കുകയാണ്. അതിനാൽ തന്നെ കുറച്ചുകൂടെ ഡീപ്പായിട്ടായിരിക്കും നമ്മൾ വർക്കിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തിൽ കൂടെ നമ്മൾ വർക്കിന്റെ പലതരത്തിലുള്ള മാനങ്ങൾ നമ്മൾ കാണുവാൻ പോവുകയാണ്. ആദ്യമായി ഫിസിക്സിൽ എന്താണ് വർക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് കാണാം. വർക്ക് ഈസ് സെഡ് ടു ബി ഡൺ വെൻ ദെയർ ഈസ് എ ഡിസ്പ്ലേസ്മെന്റ് അലോങ് ദി ഡിറക്ഷൻ ഓഫ് ദി അപ്ലൈഡ് ഫോഴ്സ്. ഒരു ഫോഴ്സിനെ ഒരു വസ്തുവിന്മേൽ കൊടുത്തിട്ട് ആ വസ്തുവിന് ഒരു ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുകയാണെങ്കിൽ വർക്ക് ഡൺ ബൈ എ കോൺസ്റ്റന്റ് ഫോഴ്സ് എന്ന് നമുക്ക് വിളിക്കുവാൻ സാധിക്കും. വർക്ക് ഡൺ ബൈ എ കോൺസ്റ്റന്റ് ഫോഴ്സിന്റെ ഡെഫിനിഷൻ ആയിട്ട് വർക്ക് ഡൺ ഈസ് ഗിവൺ ബൈ ദി സ്കെയിലാർ പ്രോഡക്റ്റ്, അതായത് ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് ദി സ്കെയിലാർ പ്രോഡക്റ്റ് ഓഫ് F and displacement S, അതായത് Fs cos theta. വർക്ക് എന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആയതിനാൽ ഡോട്ട് പ്രോഡക്റ്റിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ ഈ ചാപ്റ്ററിലാണ് പഠിക്കുന്നത്. അപ്പോൾ വർക്കിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് ഡോട്ട് പ്രോഡക്റ്റിന്റെ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. ഡെഫിനിഷൻ ഞാൻ പറയുകയുണ്ടായി, A dot B equals AB cos theta. ഡോട്ട് പ്രോഡക്റ്റിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഫസ്റ്റ് പ്രോപ്പർട്ടി കമ്മ്യൂട്ടേറ്റീവ് റിലേഷൻ ആണ്, അതായത് A dot B will be equal to B dot A. നമുക്കറിയാം 2 plus 3 will be equal to 3 plus 2. അതോടൊപ്പം 2 into 3 will be equal to 3 into 2. അങ്ങനെ ഒബേ ചെയ്യുന്ന ചില ക്വാണ്ടിറ്റീസിനെയാണ് കമ്മ്യൂട്ടേറ്റീവ് ലോ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. വെക്ടർ A dot B will be equal to വെക്ടർ B dot A. ഒന്നാമത്തെ റിലേഷൻ. രണ്ടാമത്തെ റിലേഷൻ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ആണ്, അതായത് A dot B plus C വാക്ക് സൂചിപ്പിക്കുന്ന പോലെ ഡിസ്ട്രിബ്യൂഷൻ ആണ്, അതായത് A dot B plus A dot C. എന്താണ് ആൻസർ? A dot B plus A dot C. ഒരു കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ യൂണിറ്റ് വെക്ടറുകളെ പറ്റി നമ്മൾ മൂന്നാമത്തെ ചാപ്റ്ററിൽ പഠിക്കുകയുണ്ടായി. യൂണിറ്റ് വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രോഡക്റ്റ് നമ്മൾ ഈ ഭാഗത്തിൽ കാണേണ്ടിയിരിക്കുന്നു. യൂണിറ്റ് വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രോഡക്റ്റിന്റെ പ്രോപ്പർട്ടീസ് വളരെ എളുപ്പമാണ്. I dot I will be equal to 1. അതായത് I എന്ന് പറയുന്നത് I cap എന്ന് പറയുന്നത് x ആക്സിസിലെ യൂണിറ്റ് വെക്ടർ ആണ്. I cap dot I cap will be equal to 1. അതോടൊപ്പം J cap dot J cap will be equal to 1. വളരെ എളുപ്പമാണ്. മൂന്നാമത്തെ പ്രോപ്പർട്ടി K cap dot K cap will be equal to 1. അതോടൊപ്പം നമുക്കറിയാം I dot J dot product 0 ആയിരിക്കും. അതോടൊപ്പം J dot K will be equal to 0. ഒരു പ്രോപ്പർട്ടിയും കൂടാണ് ഉള്ളത്, K dot I will be equal to 0. ഇത്രയും ക്വാണ്ടിറ്റീസേ ഉള്ളൂ. നമുക്കറിയാം കമ്മ്യൂട്ടേറ്റീവ് ലോ ഒബേ ചെയ്യുന്നതുകൊണ്ട് I dot J will be equal to J dot I. അതുപോലെ J dot I യും 0 ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കും. രണ്ട് വെക്ടേഴ്സ്, വെക്ടർ എയും വെക്ടർ ബിയും കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. വെക്ടർ എ ക്യാൻ ബി റെപ്രസെന്റഡ് ബൈ 3 ആക്സിസ് അല്ലേ ഉള്ളത്. അതിനാൽ ax I cap plus ay j cap plus az k cap എന്ന് വെക്ടർ എ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമുക്ക് എഴുതാൻ സാധിക്കും. ബി വെക്ടറിനെ അതേപോലെ നമുക്കൊന്ന് എഴുതി നോക്കാം. bx I cap plus by j cap plus bz k cap. ഇതാണ് വെക്ടർ എയുടെയും വെക്ടർ ബിയുടെയും കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ റെപ്രസെന്റേഷൻ. ഇവിടെ ഡോട്ട് പ്രോഡക്റ്റ് നമുക്കൊന്ന് ശ്രദ്ധിക്കാം, അതായത് സ്കെയിലാർ പ്രോഡക്റ്റ് ഈസ് ഗിവൺ ബൈ A dot B. എങ്ങനെയാണ് നമ്മൾ എഴുതുക? ax I cap plus ay j cap plus az k cap dot bx I cap plus by j cap plus bz
കെ ക്യാപ്. ഡോട്ട് പ്രോഡക്റ്റ് എങ്ങനെ കാണുന്നു എന്നുള്ളത് വളരെ എളുപ്പമാണ്. എക്സിന്റെ ക്വാണ്ടിറ്റീസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു, വൈയുടെ ക്വാണ്ടിറ്റീസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇസഡിന്റെ ക്വാണ്ടിറ്റീസ് തമ്മിൽ ഡോട്ട് പ്രോഡക്റ്റ് കാണുന്നു. എന്ത് ലഭിക്കും? നിങ്ങൾക്കറിയാം ax into bx എന്ത് നമുക്ക് എഴുതാം? ax bx. ഓൾറെഡി നമ്മൾ കാണുകയുണ്ടായി i ക്യാപ് ഡോട്ട് i ക്യാപ് ആൻസർ എന്താണ്? 1 ആണ്. അതിനാൽ തന്നെ എഴുതേണ്ട കാര്യമില്ല. രണ്ടാമത് വൈയുടെ ക്വാണ്ടിറ്റീസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ay into by എന്താണ് ലഭിക്കുക? ay by. നമുക്കറിയാം j ഡോട്ട് j ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, 1 ആണ്, എഴുതേണ്ട കാര്യമില്ല. മൂന്നാമതായി az ഡോട്ട് bz എന്ത് കിട്ടുന്നു? az bz. k ക്യാപ് ഡോട്ട് k ക്യാപ് 1 ആയതുകൊണ്ട് എഴുതേണ്ട കാര്യമില്ല. ഇതാണ് സ്കെയിലാർ പ്രോഡക്റ്റ്. എങ്ങനെയാണ് രണ്ട് വെക്ടറുകളുടെ സ്കെയിലാർ പ്രോഡക്റ്റ് കാണുന്നു എന്നതിന്റെ ഉദാഹരണം. സ്കെയിലാർ പ്രോഡക്റ്റിന്റെ ഒരു പ്രോബ്ലത്തിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: if a vector is given by 2i cap plus 3j cap minus k cap and b vector is given by I cap plus 2j cap plus 2k cap, find the dot product. നമുക്ക് വാല്യൂസ് നമുക്ക് ഓൾറെഡി അറിയാം. a dot b equals നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് നമ്മൾ എടുത്തെഴുതുകയാണ്. 2i cap plus 3j cap minus k cap dot I cap plus 2j cap plus 2k cap. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ്. നമ്മൾ മുമ്പ് കാണുകയുണ്ടായി എക്സിന്റെ ഫസ്റ്റ് ക്വാണ്ടിറ്റീസ് മാത്രം മൾട്ടിപ്ലൈ ചെയ്യുന്നു, സെക്കൻഡ് ക്വാണ്ടിറ്റീസ് മാത്രം മൾട്ടിപ്ലൈ ചെയ്യുന്നു, തേർഡ് ക്വാണ്ടിറ്റീസ് മാത്രം മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇവിടെ ഐയുടെ കൂടെ ഒന്നും ഇല്ലെന്നല്ല അർത്ഥം, ഐയുടെ കൂടെ 1 കോഎഫിഷ്യന്റ് ആയിട്ട് ഉണ്ടെന്നാണ് അർത്ഥം. എന്താണ് 2 into 1? നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാൻ സാധിക്കും 2. എന്താണ് ഐ ഡോട്ട് ഐ? 1 ആണ്, എഴുതേണ്ട കാര്യമില്ല. പ്ലസ് 3 into 2 എന്താണ് 3 into 2? പ്ലസ് 6. j ഡോട്ട് j 1 ആണ്, എഴുതേണ്ട കാര്യമില്ല. മൈനസ് 1 into പ്ലസ് 2 എന്തായിരിക്കും ആൻസർ? മൈനസ് 2. ആൻസർ 2 plus 6 8 minus 2 6 യൂണിറ്റ്സ് ആയിരിക്കും. മാഗ്നിറ്റ്യൂഡ് 6 യൂണിറ്റ്സ് ആയിരിക്കും നമുക്ക് ലഭിക്കുന്ന ആൻസർ. ഇതേ സ്കെയിലാർ പ്രോഡക്റ്റ് ഡോട്ട് പ്രോഡക്റ്റ് ആണ് നമ്മൾ വർക്കിന്റെ കേസിലും ഉപയോഗിക്കുന്നത്. അതായത് W equals F dot S. F dot S നെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? Fs cos theta. ഈ ഒരു cos theta എന്ന് പറയുന്നത് ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും തമ്മിൽ മേക്ക് ചെയ്യുന്ന ഒരു ആംഗിൾ. ഇപ്പം ഫോഴ്സ് ഈ ഒരു ഡിറക്ഷനിലും ഡിസ്പ്ലേസ്മെന്റ് ഈ ഒരു ഡിറക്ഷനിലാണ് സംഭവിക്കുന്നതെങ്കിൽ ഇവ തമ്മിൽ മേക്ക് ചെയ്യുന്ന ഒരു ആംഗിളിനെയാണ് തീറ്റ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതിന്റെ കാര്യങ്ങൾ നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ട്, അതിലേക്ക് വരാം. അതിനു മുമ്പ് എഫ് ഡോട്ട് എസ് വെച്ച് നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുണ്ട്. ഫോഴ്സ് 2i cap plus 3j cap minus k cap Newton and the displacement is I cap minus k cap. Find the work done. ഈ ഒരു കേസിൽ നമ്മൾ തീറ്റയെ പാരലൽ സെയിം ഡിറക്ഷനിൽ സംഭവിക്കുന്നതായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അതിനാൽ തന്നെ തീറ്റ ആംഗിൾ എടുക്കേണ്ട കാര്യമില്ല. നമുക്ക് വർക്കിന്റെ ഡെഫിനിഷൻ നമുക്ക് പോകാം. വർക്ക് ഈസ് ഗിവൺ ബൈ ദ ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സ്, ദാറ്റ് ഈസ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സിന്റെ വാല്യൂസ് നമുക്ക് എഴുതാം. 2i cap plus 3j cap minus k cap dot I cap minus, ഇവിടെ j cap നമുക്ക് തന്നിട്ടില്ല, j cap നമ്മൾ തരാത്തതുകൊണ്ട് നമുക്ക് 0 എന്ന വാല്യൂ നമുക്ക് എഴുതുകയാണെങ്കിൽ എളുപ്പമായിരിക്കും. മൈനസ് k cap. j cap തരാത്തതുകൊണ്ടാണ്, j യുടെ വാല്യൂസ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ 0 എന്ന് എഴുതിയിരിക്കുന്നത്. എന്തായിരിക്കും ആൻസർ? 2 into 1 എന്തായിരിക്കും ആൻസർ? 2. I dot I 1 ആയതുകൊണ്ട് എഴുതേണ്ട കാര്യമില്ല. പ്ലസ് 3 into 0 ഈസി ആയിട്ട് എഴുതാം 0. മൈനസ് 1 into മൈനസ് 1. മൈനസ് 1 into മൈനസ് 1 എത്രയാണ് ആൻസർ? പ്ലസ് 1. k dot k 1 ആണ്. ചുരുക്കത്തിൽ ആൻസർ 3 ജൂൾ. വർക്കിന്റെ യൂണിറ്റ് SI സിസ്റ്റത്തിൽ ജൂൾ ആണ്. ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. A force of 3i cap minus j cap plus 3k cap Newton is applied on a body to make a displacement of S equals I cap plus j cap plus 2k cap meter. Find the work done on the body. നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? വർക്ക്. എന്താണ് വർക്കിന്റെ എക്സ്പ്ലനേഷൻ? F dot S. നമുക്ക് അതിന്റെ മാഗ്നിറ്റ്യൂഡ് എഴുതാം. 3i cap minus j cap plus 3k cap dot I cap plus j cap plus 2k cap. ഇതാണ് ഡെഫിനിഷൻ. നമുക്ക് മുമ്പ് ചെയ്തതുപോലെ തന്നെ എക്സിന്റെ ക്വാണ്ടിറ്റീസ്, ഐയുടെ ക്വാണ്ടിറ്റീസ് മാത്രമായിട്ട് ഡോട്ട് പ്രോഡക്റ്റ് നടത്താം. 3 into 1 എന്താണ് ആൻസർ? 3. I dot I 1 ആണ്. മൈനസ് 1 into പ്ലസ് 1 ആൻസർ മൈനസ് 1. പ്ലസ് 3 into പ്ലസ് 2 ആൻസർ പ്ലസ് 6. 8 എന്ന ആൻസർ 8 ജൂൾ. എപ്പോഴും യൂണിറ്റ് എഴുതാൻ ശ്രദ്ധിക്കുക.
8 ജൂൾ. ഇവിടെ ന്യൂട്ടണും മീറ്ററും ആണ്, SI യൂണിറ്റ് സിസ്റ്റത്തിലാണ്. അതിനാൽ തന്നെ വർക്കിന്റെ യൂണിറ്റ് ജൂൾ എന്ന് എപ്പോഴും എഴുതാൻ നമ്മൾ ശ്രദ്ധിക്കുക. മുൻപ് നമ്മൾ കണ്ട പ്രോബ്ലംസ് ഒക്കെയും ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഒരു ഡിറക്ഷനിൽ സംഭവിക്കുകയാണെങ്കിൽ നടന്ന കാര്യങ്ങളാണ്. കാരണം പറയുകയുണ്ടായി, ഫോഴ്സ് ഒരു ഡിറക്ഷനിലും ഡിസ്പ്ലേസ്മെന്റ് അടുത്ത ഡിറക്ഷനിലും നടക്കുകയാണെങ്കിൽ അവ തമ്മിൽ ഒരു ആംഗിൾ തീറ്റ ഉണ്ടാവുന്നു. അങ്ങനെയാണ് ഈ എക്സ്പ്ലനേഷൻ നമുക്ക് ലഭിക്കുന്നത്. വർക്ക് ഈക്വൽസ് FS cos തീറ്റ. ഇനി ഇതിന്റെ പല വിധത്തിലുള്ള കേസുകൾ, വർക്കിന്റെ പല വിധത്തിലുള്ള കേസുകൾ നമുക്ക് നോക്കാം. ഈ കേസുകളൊക്കെയും ആംഗിൾ തീറ്റയുമായി ബന്ധപ്പെട്ട് ഇരിക്കുകയാണ്. അപ്പോൾ മുമ്പ് കണ്ടതുപോലെ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഒരു ഡിറക്ഷനിൽ സംഭവിക്കുകയാണെന്ന് വെക്കുക. ഉദാഹരണത്തിന് ഒരു ബ്ലോക്ക് ഞാൻ പുഷ് ചെയ്യുകയാണെങ്കിൽ ആ ബ്ലോക്ക് അതേ ഡിറക്ഷനിലായിരിക്കും മുൻപോട്ട് പോകുക. ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഒരു ഡിറക്ഷനിൽ. അപ്പോൾ അവ തമ്മിലുള്ള ആംഗിൾ എത്ര ആയിരിക്കും? നമുക്കറിയാം, തീറ്റ വിൽ ബി ഈക്വൽ ടു 0 ഡിഗ്രി. ഒരു ഡിറക്ഷനിലാണെങ്കിൽ, പാരലൽ ആണെങ്കിൽ അവിടെ നമുക്ക് എഴുതാൻ സാധിക്കും FS cos 0. എന്താണ് cos 0യുടെ വാല്യൂ? cos 0 ഈക്വൽസ് 1. അതിനാൽ തന്നെ W ഈക്വൽസ് FS എന്ന് എഴുതാൻ നമുക്ക് സാധിക്കും. ഇനി അടുത്ത ഒരു കേസ് വരികയാണ്. ഫോഴ്സ് ഞാൻ പെർപെൻഡിക്കുലർ ആയിട്ടും ഡിസ്പ്ലേസ്മെന്റ് നേരെയും നടക്കുകയാണ്. അതിന്റെ ഉദാഹരണങ്ങളിലേക്ക് നമുക്ക് കടക്കാം. F മുകളിലേക്കും S ഗ്രൗണ്ടിന് സമാനമായിട്ട് നടക്കുകയാണെങ്കിൽ ഇവ തമ്മിലുള്ള ആംഗിൾ തീറ്റ 90 ഡിഗ്രി ആയിരിക്കും. ഈ ഒരു കേസിൽ നമുക്ക് വർക്ക് ഈക്വൽസ് FS cos 90 എന്ന് എഴുതാൻ സാധിക്കും. cos 90യുടെ വാല്യൂ 0 ആയതിനാൽ വർക്കിനെ 0 എന്ന് എഴുതാം. മൂന്നാമത്തെ കേസിലേക്ക് വരാം. ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും രണ്ട് ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ നടക്കുകയാണെങ്കിൽ, ആന്റി പാരലൽ ആണെങ്കിൽ തീറ്റയുടെ വാല്യൂ 180 ഡിഗ്രി ആയി നമുക്ക് എഴുതാം. ഈ ഒരു കേസിൽ വർക്ക് cos 180 എന്ന് പറയുന്നത് -1 ആണ്. അതിനാൽ തന്നെ വർക്ക് വിൽ ബി ഈക്വൽ ടു FS cos 180. വർക്ക് വിൽ ബി ഈക്വൽ ടു -FS എന്ന് നമുക്ക് എഴുതുവാൻ സാധിക്കും. ഈ ഒരു മൂന്ന് കേസ്, അതായത് ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഒരു ഡിറക്ഷനിൽ തീറ്റ ഈക്വൽസ് 0 ഡിഗ്രി, വർക്ക് വിൽ ബി ഈക്വൽ ടു FS. when തീറ്റ ഈക്വൽസ് 90 ഡിഗ്രി, അതായത് ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആവുകയാണെങ്കിൽ വർക്ക് വിൽ ബി ഈക്വൽ ടു 0. cos 90 എന്നത് 0 ആണ്. അതിനാൽ തന്നെ വർക്ക് വിൽ ബി ഈക്വൽ ടു 0. മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ സംഭവിക്കുകയാണെങ്കിൽ തീറ്റയുടെ വാല്യൂ 180 ഡിഗ്രി ആയിരിക്കും. cos 180 -1 ആണ് ആൻസർ. വർക്ക് വിൽ ബി ഈക്വൽ ടു -FS. ഈ മൂന്ന് കേസിലൂടെ നമുക്ക് പറയാൻ സാധിക്കുക, വർക്കിന്റെ വാല്യൂ പോസിറ്റീവ് ആകാം, 0 ആകാം, നെഗറ്റീവും ആകാം. വർക്ക് ക്യാൻ ബി പോസിറ്റീവ്, 0 ഓർ നെഗറ്റീവ്. ഉദാഹരണങ്ങളിലേക്ക് നമുക്ക് കടക്കാം. മൂന്ന് കേസുകളാണ് നമുക്കുള്ളത്: പോസിറ്റീവ്, നെഗറ്റീവ്, 0 വർക്ക്. ഉദാഹരണങ്ങൾ പറയുമ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകും. ആദ്യമായി പോസിറ്റീവ് വർക്ക് ഡണിലേക്ക് നമുക്ക് കടക്കാം. ഒരു ബ്ലോക്ക് ഞാൻ പുഷ് ചെയ്യുകയാണെന്ന് സങ്കല്പിക്കുക. ഫോഴ്സ് ഇങ്ങോട്ട് ഞാൻ കൊടുക്കുകയാണ്. ആ ബ്ലോക്ക് എങ്ങോട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്? ഉറപ്പായും ബ്ലോക്ക് ഇങ്ങോട്ട് മൂവ് ചെയ്യും. എസിന്റെ ഡിറക്ഷൻ അങ്ങോട്ടായിരിക്കും, അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന്റെ ഡിറക്ഷനും അങ്ങോട്ടായിരിക്കും. ഇവിടെ രണ്ട് ഫോഴ്സും ഒരേ ഡിറക്ഷൻ ആയതുകൊണ്ട് തീറ്റ ഈക്വൽസ് 0 ഡിഗ്രി എഴുതാൻ സാധിക്കും. അതിനാൽ തന്നെ വർക്കിന്റെ വാല്യൂ FS cos 0 ആയിരിക്കും. cos 0 1 ആയതുകൊണ്ട് പോസിറ്റീവ് വർക്ക് ഡൺ ആയിട്ട് നമുക്ക് എഴുതാൻ സാധിക്കും. അതോടൊപ്പം ഒരു വസ്തു താഴേക്ക് വെറുതെ വീഴുകയാണെന്ന് സങ്കല്പിക്കുക. ഒരു വസ്തു വെറുതെ ഫ്രീ ഫോൾ ആയി വീഴുകയാണെന്ന് സങ്കല്പിക്കുക. ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എപ്പോഴും താഴേക്കാണ് ആക്ട് ചെയ്യുന്നത്. വസ്തുവിന്റെ മോഷൻ, ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടായിരുന്നു? താഴേക്ക് തന്നെ. ഈ ഒരു കേസിലും വർക്ക് പോസിറ്റീവായി നമുക്ക് എടുക്കാം. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഡിസ്പ്ലേസ്മെന്റ് രണ്ടും താഴേക്കാണ് സംഭവിച്ചത്. ഇവിടെ പോസിറ്റീവ് വർക്ക് ഡൺ. മൂന്നാമത്തെ ഉദാഹരണം എന്ന് പറയുന്നത്, ഒരു മനുഷ്യൻ തലയിൽ ഒരു ഭാരം എമ്മുമായി ഒരു ലിഫ്റ്റിൽ മുകളിലേക്ക് കയറുകയാണെന്ന് സങ്കല്പിക്കുക. ലിഫ്റ്റിന്റെ ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടാണ്? മുകളിലേക്ക്. ഫോഴ്സ് അപ്ലൈ ചെയ്തിരിക്കുന്ന ഫോഴ്സ്, എന്റെ തലയിൽ ഒരു ഭാരം ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന ഫോഴ്സ് മുകളിലേക്കായിരിക്കും. അപ്പോൾ ഫോഴ്സിന്റെ ഡിറക്ഷനും ഡിസ്പ്ലേസ്മെന്റ് ഡിറക്ഷനും രണ്ടും മുകളിലേക്കായിരിക്കും. വർക്ക് ഡൺ വിൽ ബി പോസിറ്റീവ്. അതോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് സാധനങ്ങളുമായി കയ്യിലോ തലയിലോ വെച്ചുകൊണ്ട് സ്റ്റെയർ കേസ് കയറുകയാണെങ്കിൽ പോലും ഫോഴ്സിന്റെ ഡിറക്ഷൻ മുകളിലേക്കും ഡിസ്പ്ലേസ്മെന്റും മുകളിലേക്കുമായിരിക്കും. ഈ ഒരു കേസിലും വർക്ക് ഡൺ വിൽ ബി പോസിറ്റീവ്. നെഗറ്റീവ് വർക്ക് ഡണ്ണിന്റെ ഉദാഹരണങ്ങളിലേക്ക് കിടക്കാം. ഒന്നാമതായി ഇതേ ബ്ലോക്കിന്റെ എക്സാമ്പിൾ നമുക്ക് കാണാം. ബ്ലോക്ക് ഞാൻ ഇവിടേക്ക് പുഷ് ചെയ്യുകയാണെങ്കിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് അങ്ങോട്ടായിരിക്കും. പക്ഷെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഫ്രിക്ഷണൽ ഫോഴ്സ്. സ്റ്റാറ്റിക് ഫ്രിക്ഷണൽ ഫോഴ്സ് എപ്പോഴും അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന് വിപരീതമായിട്ടായിരിക്കും. ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങോട്ടും, ഡിസ്പ്ലേസ്മെന്റ് അവിടേക്കും, ഫ്രിക്ഷണൽ ഫോഴ്സ് അതിന് വിപരീതവുമായിട്ടായിരിക്കും സംഭവിക്കുക. ഇവിടെ വർക്ക് ഡൺ ബൈ ദ ഫ്രിക്ഷണൽ ഫോഴ്സ്
will be opposite to the displacement. So അതുകൊണ്ട് നമുക്ക് എഴുതാൻ സാധിക്കും Fs cos 180 degree. ഇവിടെ theta 180 degree ആയതുകൊണ്ട് will be minus Fs. Work done by the frictional force on a moving block will be negative. Work will be minus Fs. രണ്ടാമത്തെ ഉദാഹരണമായി പറയുന്നത് ഒരു വസ്തു ഞാൻ മുകളിലേക്ക് എറിയുകയാണെന്ന് സങ്കല്പിക്കുക. ഒരു വസ്തുവിനെ മുകളിലേക്ക് എറിയപ്പെടുന്നു. വസ്തുവിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഉറപ്പായും മുകളിലേക്കാണ്. എന്നാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എവിടേക്കാണ് ആക്ട് ചെയ്യുന്നത്? താഴേക്കാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് താഴേക്കാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും രണ്ടും ആന്റി പാരലൽ, രണ്ട് വ്യത്യസ്തമായ ഡിറക്ഷനിലാണ്. തീറ്റ വിൽ ബി 180 ഡിഗ്രി. വർക്ക് ഡൺ ബൈ ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് when a ball is thrown upwards is negative. മൂന്നാമത്തെ ഉദാഹരണം ലിഫ്റ്റ് കേസ് തന്നെയാണ് ഞാൻ പറയുന്നത്. ഒരു മാസ് ഞാൻ മുകളിൽ വെച്ചുകൊണ്ട് ലിഫ്റ്റ് താഴേക്ക് പോവുകയാണെന്ന് സങ്കല്പിക്കുക. മാസ് ഫോഴ്സ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് മുകളിലേക്കും, എന്നാൽ ലിഫ്റ്റ് താഴേക്കും പോകുമ്പോൾ തീറ്റയുടെ വാല്യൂ 180 ഡിഗ്രി ആകുന്നു. അതിനാൽ തന്നെ വർക്ക് ഡൺ വിൽ ബി നെഗറ്റീവ്. അടുത്തതായി സീറോ വർക്ക് ഡൺ നമുക്ക് നോക്കാം. ആദ്യത്തെ പോലെ തന്നെ ബ്ലോക്കിന്റെ എക്സാമ്പിൾ നോക്കാം. ബ്ലോക്കിന്റെ ഫോഴ്സ് ഞാൻ അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങോട്ടായിരിക്കും സംഭവിക്കുക. എന്നാൽ നിങ്ങൾക്കറിയാം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് താഴേക്കാണ്. ഇവിടെ gravitational force, the work done by the gravitational force on a moving block will be 0. കാരണം ഇവ തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആണ്. cos 90 0 ആയതിനാൽ work done will be 0. gravitational force താഴേക്കാണ്, ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചത് നേരെയാണ്. ഇതിനാൽ തന്നെ ആംഗിൾ സംഭവിച്ചിരിക്കുന്നത് 90 ഡിഗ്രി. ഇനിയുള്ള എക്സാമ്പിൾ നമുക്ക് എപ്പോഴും തെറ്റിപ്പോകുന്ന ഒരെണ്ണമാണ്. ഞാനൊരു തലയിൽ ചുമടുമായി നേരെ നടക്കുകയാണെന്ന് സങ്കല്പിക്കുക. നേരെയുള്ള ഒരു റോഡിൽ കൂടി നടക്കുകയാണെന്ന് സങ്കല്പിക്കുക. വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ? ഉത്തരവുമായി വർക്ക് ചെയ്യുന്നില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ആ മാസിന്മേൽ ഞാൻ കൊടുക്കുന്ന ഫോഴ്സ് മുകളിലേക്കാണ്. തലച്ചുമടായി വെച്ചത് കൊണ്ട് മുകളിലേക്കാണ് ഞാൻ ഫോഴ്സ് കൊടുക്കുന്നത്. ഞാൻ നടക്കുന്നത് നേരെയുമാണ്. ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷൻ നേരെയും, ഫോഴ്സ് കൊടുത്തത് മുകളിലേക്കും. അതിനാൽ ഡിസ്പ്ലേസ്മെന്റും ഫോഴ്സും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് എനിക്ക് എഴുതുവാൻ സാധിക്കും. അതിനാൽ തന്നെ വർക്ക് വിൽ ബി ഈക്വൽ ടു Fs cos 90 വിൽ ബി ഈക്വൽ ടു 0. ഇതേ കേസ് തന്നെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് സംഭവിക്കുന്നത് താഴേക്കാണ്. Fg താഴേക്കാണ്, ഡിസ്പ്ലേസ്മെന്റോ നേരെയുമാണ്. ഇവിടെയും എന്താണ് സംഭവിക്കുന്നത്? തീറ്റ ആംഗിൾ 90 ഡിഗ്രി ആണ്. Work done by the gravitational force when we are moving along a straight road will be equal to 0. പോസിറ്റീവ് വർക്ക് ഡണിന് ഉദാഹരണങ്ങളിലേക്ക് ഒന്നുകൂടെ പോകാം. ബ്ലോക്കിനെ ഞാൻ തള്ളി നീക്കുമ്പോൾ വർക്ക് വിൽ ബി പോസിറ്റീവ്. കാരണം ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഒരേ ഡിറക്ഷനിലാണ്. ഒരു ബോൾ താഴേക്ക് വീഴുമ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴേക്ക് ആക്ട് ചെയ്യുന്നു, ഡിസ്പ്ലേസ്മെന്റും താഴേക്ക് ആക്ട് ചെയ്യുന്നു. അതിനാൽ തന്നെ പോസിറ്റീവ് ആണ്, രണ്ടും ഒരേ ഡിറക്ഷൻ. ലിഫ്റ്റിൽ ഞാൻ തലയിൽ ഒരു ഭാരവുമായി മുകളിലേക്ക് പോകുമ്പോൾ ആ ഭാരത്തിന്മേൽ ഞാൻ കൊടുക്കുന്ന ഫോഴ്സ് മുകളിലേക്കും, ലിഫ്റ്റ് പോകുന്നതും മുകളിലേക്കാണ്. ഇത് നേരെ വിപരീതമാണ് ബ്ലോക്ക്. ഫ്രിക്ഷണൽ ഫോഴ്സ് ബ്ലോക്കിന്മേൽ എപ്പോഴും മൂവ് ചെയ്യുന്നതിന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും. അതിനാൽ തന്നെ ഡിസ്പ്ലേസ്മെന്റ് പോകുന്നതിന്റെ വിപരീത ഡയറക്ഷനിലായിരിക്കും ഫ്രിക്ഷണൽ ഫോഴ്സ്. ഇറ്റ് വിൽ ബി 180 ഡിഗ്രി മൈനസ് Fs. ഒരു ബോൾ ഞാൻ മുകളിലേക്ക് എറിയുകയാണെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴേക്കും ഡിസ്പ്ലേസ്മെന്റ് മുകളിലേക്കും സംഭവിക്കും. അതിനാൽ തന്നെ തീറ്റ 180 ഡിഗ്രി ആയതുകൊണ്ട് മൈനസ് Fs. മുമ്പത്തെ കേസ് പോലെ ഒരു മാസ് ഞാൻ തലയിൽ വെച്ചുകൊണ്ട് താഴേക്ക് ലിഫ്റ്റിൽ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റെയർ ഞാൻ ഇറങ്ങുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് താഴേക്കാണ്, ഫോഴ്സിന്റെ ഡയറക്ഷൻ മുകളിലേക്കാണ്. ഡിസ്പ്ലേസ്മെന്റ് താഴേക്കും, ഫോഴ്സിന്റെ ഡയറക്ഷൻ മുകളിലേക്കും. തലയിൽ വെച്ചതുകൊണ്ട് ഫോഴ്സിന്റെ ഡയറക്ഷൻ മുകളിലേക്കും. അതിനാൽ തന്നെ cos θ will be 180 ഡിഗ്രി. സീറോ വർക്കായി പറയുന്നത് ബ്ലോക്ക് അങ്ങോട്ട് സഞ്ചരിക്കുമ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എപ്പോഴും ആക്ട് ചെയ്യുന്നത് താഴേക്കായിരിക്കും. അതായത് W = mc എപ്പോഴും താഴേക്കായിരിക്കും ആക്ട് ചെയ്യുന്നത്. ആംഗിൾ വിൽ ബി 90 ഡിഗ്രി. ഒരു മനുഷ്യൻ തലയിൽ വെറുതെ നിൽക്കുകയാണെങ്കിലും സീറോ വർക്ക് ഡൺ ആണ്. എന്നാൽ നേരെയുള്ള റോഡിൽ കൂടെ സഞ്ചരിച്ചാലും സീറോ വർക്ക് തന്നെയായിരിക്കും സംഭവിക്കുക. കാരണം തീറ്റ ആംഗിൾ അവിടെ 90 ഡിഗ്രി, ഡിസ്പ്ലേസ്മെന്റ് നേരെ, ഫോഴ്സ് മുകളിൽ 90 ഡിഗ്രി ആയിരിക്കും സംഭവിക്കുക. അതുപോലെ തന്നെ അതേ കേസിൽ തന്നെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴേക്കും, ഡിസ്പ്ലേസ്മെന്റ് ഞാൻ നേരെ നടക്കുകയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് നേരെയുമായിരിക്കും. ഇവിടെയും തീറ്റ വിൽ ബി 90 ഡിഗ്രി. അടുത്തതായി എക്സാമിന് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് വർക്ക് ഡൺ ഇൻ എ റൊട്ടേഷണൽ മോഷൻ. നമുക്ക് പറയാൻ സാധിക്കും റൊട്ടേഷണൽ മോഷനിലെ വർക്ക് ഡൺ എപ്പോഴും 0 ആയിരിക്കും. കാരണം നമുക്ക് പറയാം റൊട്ടേഷണൽ മോഷനിലെ ഓരോ ഇൻസ്റ്റന്റിലെയും പാർട്ടിക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷൻ അതിന് ടാൻജൻഷ്യൽ ആയിട്ടായിരിക്കും. ഇവിടെ ആണെങ്കിൽ ഇങ്ങോട്ടായിരിക്കും, ഇവിടെ ആണെങ്കിൽ ഇങ്ങോട്ടായിരിക്കും, ഇവിടെ ആണെങ്കിൽ ഇങ്ങോട്ടായിരിക്കും. അങ്ങനെ ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷൻ എപ്പോഴും ടാൻജൻഷ്യൽ ആയിട്ടായിരിക്കും.
നമുക്ക് റൊട്ടേഷണൽ മോഷനിലെ ഫോഴ്സിനെ പറ്റി അറിയാം. ഫോഴ്സ് സെൻട്രിപിറ്റൽ ഫോഴ്സ് ആണ്. സെൻട്രിപിറ്റൽ ഫോഴ്സ് നമ്മൾ 4ാമത്തെ ചാപ്റ്ററിൽ പഠിക്കുകയുണ്ടായി. എപ്പോഴും സെന്ററിലേക്ക് റേഡിയസിന് അലോങ് ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. സെൻട്രിപിറ്റൽ ഫോഴ്സ് mv²r എപ്പോഴും സെന്ററിലേക്ക് ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. അതിനാൽ തന്നെ റേഡിയസും ടാൻജന്റും പരസ്പരം 90 ഡിഗ്രി ആണെന്ന് നമ്മൾ കുറിച്ചിലെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ തീറ്റ വിൽ ബി ഈക്വൽ ടു 90 ഡിഗ്രി. ഡിസ്പ്ലേസ്മെന്റ് ടാൻജൻഷ്യൽ ആയിട്ടും ഫോഴ്സ് സെന്ററിലേക്ക് ആക്ട് ചെയ്യുന്നതുകൊണ്ട് തീറ്റ വിൽ ബി 90 ഡിഗ്രി. സോ വർക്ക് വിൽ ബി ഈക്വൽ ടു Fs cos 90 will be equal to 0. വളരെ പ്രധാനപ്പെട്ട ഒരു ഡെറിവേഷൻ പാർട്ടിലേക്ക് നമുക്ക് കിടക്കാം. വർക്ക് എനർജി തിയറം. നമ്മൾ സമയാസമയങ്ങളിൽ ആഹാരം കഴിക്കുന്നു. എന്തിനു വേണ്ടിയാണ് നമ്മൾ ആഹാരം കഴിക്കുന്നത്? എനർജി ലഭിക്കുവാൻ വേണ്ടിയാണ്. ഈ എനർജി നമ്മൾ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? വർക്ക് ചെയ്യാൻ വേണ്ടി, യൂസ്ഫുൾ ആയിട്ടുള്ള വർക്ക് ചെയ്യാൻ വേണ്ടി. അതിനാൽ തന്നെ എനിക്ക് പറയാൻ സാധിക്കും, എനർജിയും വർക്കും രണ്ടും തുല്യമായി എഴുതാൻ സാധിക്കും. നമ്മുടെ എനർജി നമ്മൾ യൂസ്ഫുൾ ആയിട്ടുള്ള വർക്ക് ചെയ്യാൻ വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു. അതാണ് വർക്ക് എനർജി തിയറമായി നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ ഞാൻ ന്യൂട്ടന്റെ 3ാമത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ എടുക്കുകയാണ്. ന്യൂട്ടന്റെ 3ാമത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ v² = u² + 2 × as. ഇവിടെ നിന്നും u² നെ ഇങ്ങോട്ട് എടുക്കുമ്പോൾ v² - u² = 2as എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് ലഭിക്കുന്നു. ഇവിടെ LHS ഉണ്ട്, RHS ഉണ്ട്. LHS-ലും RHS-ലും നമ്മൾ ഒരേപോലുള്ള ഒരു ക്വാണ്ടിറ്റി, അതായത് മൾട്ടിപ്ലൈയിങ് വിത്ത് 1/2 m. രണ്ടിടത്തും ഒരേപോലുള്ള ക്വാണ്ടിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനാൽ നമുക്ക് ക്വാണ്ടിറ്റിക്ക് മാറ്റമൊന്നും ഉണ്ടാവുകയില്ല. 1/2 m v² മൈനസ് ഇവിടെയും ഞാൻ 1/2 m കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. 1/2 m u² = LHS-ലും RHS-ലും ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാണ്. 1/2 m × 2 × as. എന്താണ് എനിക്ക് ലഭിക്കുക? നമുക്കറിയാം 1/2 m v². കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ആണ്. കൈനറ്റിക് എനർജി ഫൈനൽ v ആയതുകൊണ്ട് ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് 1/2 m u². എന്താണ്? കൈനറ്റിക് എനർജി ഇനിഷ്യൽ വിൽ ബി ഈക്വൽ ടു 2 ഉം 2 ക്യാൻസൽ ആയി പോകും. ബാക്കി ലഭിക്കുന്നത് ma s. ഇവിടെ നിന്നും കൈനറ്റിക് എനർജി f മൈനസ് കൈനറ്റിക് എനർജി ഇനിഷ്യൽ വിൽ ബി ഈക്വൽ ടു മാസ് ഇൻടു ആക്സലറേഷൻ. എന്താണ് മാസ് ഇൻടു ആക്സലറേഷൻ? ഫോഴ്സ്. F ഇൻടു s. എന്താണ് F ഇൻടു s? വർക്ക് ഡൺ. ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ് വർക്ക് ആണ്. അതായത് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി ഫൈനൽ മൈനസ് കൈനറ്റിക് എനർജി ഇനിഷ്യൽ വിൽ ബി ഈക്വൽ ടു ദി വർക്ക് ഡൺ. നമുക്ക് ഇങ്ങനെ വർക്ക് എനർജി തിയറം വഴിയായി പ്രൂവ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇനി നമ്മൾ വർക്ക് ഡൺ ബൈ എ വേരിയബിൾ ഫോഴ്സ് എന്ന കൺസെപ്റ്റിലേക്ക് കടക്കുകയാണ്. സോ കൺസിഡർ എ ബോഡി മൂവിംഗ് ഫ്രം xi ടു x under a variable force f of x. ആദ്യമായി dx എന്ന് പറയുന്ന ചെറിയൊരു പൊസിഷൻ ഞാൻ എടുക്കുകയാണ്. dx റെപ്രസെന്റ് ചെയ്യുന്നത് AD വഴിയായിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എയിൽ നിന്നും B വരെ വസ്തു മൂവ് ചെയ്യാൻ എടുത്ത വർക്കിനെ, ചെറിയൊരു വർക്ക് അല്ലേ അത്, ചെറിയൊരു വർക്ക് വഴിയായിട്ടാണ് ചെറിയൊരു ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുന്നത്. dW will be equal to F into force of x dot ചെറിയ ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചുള്ളൂ dx. Work is given by force into displacement. ഇവിടെ ചെറിയ വർക്ക് ആയതുകൊണ്ട് dW equals f of x dot dx. ഇങ്ങനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 കിട്ടുന്നു. A മുതൽ B വരെ ഒരു കുഞ്ഞു വർക്കാണ് നമുക്ക് ലഭിച്ചത്. ആ കുഞ്ഞു വർക്കിനെ dW equals f of x dx എന്ന് നമുക്ക് എഴുതാം. കാരണം ABCDയുടെ ഏരിയ നമുക്ക് അതുവഴിയെ ലഭിച്ചു. ലെങ്ത് ഇൻടു ബ്രെഡ്ത്ത്. ഇതിൽ നിന്നും വലിയ വർക്ക്, മുഴുവനായിട്ടുള്ള വർക്ക് കാണുമെങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു റെക്ടാംഗിൾസ് നമ്മൾ കണ്ടെത്തണം. റെക്ടാംഗിൾസ് കണ്ടെത്തിയിട്ട് നമ്മൾ കുഞ്ഞു വർക്കിനെ വലുതാക്കാൻ വേണ്ടി ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന മാത്തമാറ്റിക്കൽ പ്രോപ്പർട്ടി ഉപയോഗിക്കുന്നു. ഇന്റഗ്രൽ dW will be equal to എവിടെ മുതൽ എവിടെ വരെയാണ് നമ്മൾ ആ റെക്ടാംഗിൾസ് വരയ്ക്കേണ്ടത്? xi മുതൽ xf വരെ. ആ കുഞ്ഞു വർക്കിനെ നമ്മൾ പിന്നെയും ചെയ്യുന്നു f of x dx. കുഞ്ഞു വർക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ലഭിക്കും? ക്യാപിറ്റൽ W. ക്യാപിറ്റൽ W will be equal to integral xi to xf f of x dx. ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും.